KM ഷാജി ഗുജറാത്തിനെ സ്തുതിച്ച് പുറത്തിറങ്ങിയ വാർത്ത ഏതാനും വർഷം മുമ്പല്ലേ? മങ്കടയിൽ MLA പ്രിയപ്പെട്ട ഷംസുദ്ദീൻ മോദിയെ പ്രശംസിച്ചത് കുറച്ചു വർഷം മുമ്പല്ലേ? വിശ്വം വിവേകാനന്ദം എന്ന RSSന്റെ പരിപാടി 2014 കോഴിക്കോട്ട് ഉദ്ഘാടനം ചെയ്തത് അബ്ദുൾ സമദ് സമദാനിയല്ലേ, ബഹുഭാഷാ പണ്ഡിതൻ? എന്താ നിങ്ങൾ മിണ്ടാത്തത്? RSSന്റെ നേതൃത്വത്തിൽ നടക്കുമെന്ന് ഉറപ്പിച്ചു പറയാൻ കഴിയുന്ന ഗണേശോത്സവം അത് 2016 കോഴിക്കോട്ട് ഉദ്ഘാടനം ചെയ്തത് മഹാനായ CHന്റെ മകൻ ബഹുമാനപ്പെട്ട ഡോക്ടർ MK മുനീർ സാഹിബ് അല്ലേ? എന്തെങ്കിലും തോന്നിയോ നിങ്ങൾക്ക്? കാശ്യപ വേദ റിസർച്ച് ഫൗണ്ടേഷൻ എന്ന് പറയുന്ന സംഘടനയുണ്ട് കോഴിക്കോട്ട്. ആചാര്യ രാജേഷ് ജി ആണ് അതിന്റെ നേതാവ്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ KVRF എന്ന് പറഞ്ഞ കാശ്യപ വേദ റിസർച്ച് ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് കോഴിക്കോട്ട് സ്വപ്നനഗരിയിൽ നടത്തിയ 7 ദിവസം നീണ്ടു നിൽക്കുന്ന യാഗവേദിയിൽ ഇന്ത്യയിലെ അറിയപ്പെടുന്ന RSSകാരനായ യോഗ ഗുരു ബാബ രാംദേവിനെ കെട്ടിപ്പിടിച്ച് മുത്തം കൊടുക്കുന്ന ചിത്രം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ആരായിരുന്നു കെട്ടിപ്പിടിച്ചത്? പാണക്കാട്ടെ കുട്ടി. മറക്കണ്ട, സാദിഖ് അലി തങ്ങള്. ഇത് ഇസ്ലാമിന് ചേർന്നതാണോ? RSSന്റെയും BJPയുടെ നേതാവ് VV രമേശ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരായി നിയമസഭാ മന്ദിരത്തിനു മുന്നിൽ, നമ്മുടെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഉപവാസ സമരം ഇരുന്നപ്പോ 3ാമത്തെ ദിവസം മുറ തെറ്റാതെ ഓടിയെത്തി കട്ടിൽ കിടന്ന രാജേഷിനെ ഏതാണ്ട് കെട്ടിപ്പിടിച്ചുമ്മ കൊടുത്ത ചിത്രം നിങ്ങൾ കണ്ടില്ലേ? പാണക്കാട്ട് ഇപ്പോഴത്തെ വലിയ തങ്ങള് ഹൈദരലി ശിഹാബ് തങ്ങളുടെ ചിത്രം. എന്തായിരുന്നു നിങ്ങളുടെ നിലപാട്? ഖമറുന്നീസ അൻവർ വനിതാ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റ്, ഓർമ്മയില്ലേ? കൊടിഞ്ഞി ഫൈസൽ വധക്കേസിൽ പ്രതികളായ RSSന്റെ കൊടും ക്രിമിനലുകളെ രക്ഷിക്കാൻ, കോടതിയിൽ കേസ് നടത്താൻ, വക്കീലിന് കൂലി കൊടുക്കാൻ, ലക്ഷങ്ങൾ പിരിച്ചെടുക്കാൻ മലപ്പുറത്തും കോഴിക്കോട്ടും RSSന്റെ നേതാക്കന്മാർ കൊടിഞ്ഞി കേസ് പ്രതിരോധ ഫണ്ട് പിരിച്ചപ്പോ 2000 ഉറുപ്പിക തന്റെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി റസീറ്റ് എഴുതി കൊടുത്ത നേതാവിന്റെ പേര് ഖമറുന്നീസ അൻവർ എന്നാണ്. പൈസ കൊടുത്തു എന്ന് മാത്രമല്ല, അതിപ്പോ കോൺഗ്രസ്സുകാരും BJPക്കാരും ലീഗുകാരും ഒക്കെ എന്റെ വീട്ടിൽ വന്നാലും ഒരു 100 ഉറുപ്പ്യ ഒരു 10 ഉറുപ്പ്യ നമ്മളും കൊടുക്കും. നമ്മൾ ലീഗുകാരെ വീട്ടിൽ ചെന്ന് അവരും പൈസ കൊടുക്കും. രാഷ്ട്രീയമായി കാണേണ്ടില്ല. വ്യക്തിപരമായ ബന്ധം, സമൂഹത്തിലെ ഇടപെടൽ, സാമാന്യ മര്യാദ, അതൊക്കെ കണക്കാക്കാം. പോരാത്തതിന് എന്താ ചെയ്തത് ഖമറുന്നീസ അൻവർ? BJPക്കാരന് വേണ്ടി 2 മിനിറ്റ് ബൈറ്റ് കൊടുത്തു. സംഭാഷണ ശകലം. എന്താ അത്? മുന്തിയ പാർട്ടിയാണ് BJP, ഇത്ര പേര് തുഷാറുള്ള പാർട്ടി വേറല്ല, പോരിശ പോരാഞ്ഞാൽ നമ്മൾ കൂടെ ഉണ്ടാവും എന്നല്ലേ പറഞ്ഞത്? വലിയ വിവാദമായി. മുസ്ലിം ലീഗിൽ വലിയ ചർച്ചയായി. ഖമറുന്നീസ അൻവറിനെ പുറത്താക്കണമെന്നൊരു വിഭാഗം പറഞ്ഞു, EK സുന്നി വിഭാഗം പ്രത്യേകിച്ച് പറഞ്ഞു. അപ്പൊ ഖമറുന്നീസ പറഞ്ഞു, ഞാൻ ET ബഷീറിനോട് ചോദിച്ചിട്ടാണ് ഇത് പറഞ്ഞതെന്നാ. കുടുങ്ങിയില്ല അയാള്. പണ്ട് എന്റെ നാട്ടിലൊരു മാധവൻ നമ്പൂരിയുണ്ട്. മൂപ്പര് ശങ്കരൻ എന്ന് പറഞ്ഞ ആളെയും കൂട്ടിയിട്ട് സിനിമ കാണാൻ പോയി. ശങ്കരൻ കാര്യസ്ഥന. നമ്പൂരിക്ക് ഇല്ലത്തുനിന്ന് വലിക്കാൻ വയ്യാത്തോണ്ട് ദിനേശ് പീടിക്ക് തീ കൊളുത്തി. ഇരുട്ടിന്റെ അടുത്തുനിന്ന് മിന്നാമിനിങ്ങിന്റെ വെട്ടം കണ്ടപ്പോൾ സ്ഥല SI വന്ന് നമ്പൂരിന്റെ കഴുത്തിന് വിളിച്ചു പറഞ്ഞു, സിഗരറ്റ് സിനിമാശാലയിൽ നിന്ന് വലിച്ച 500 പഴ. ഇയാള് എന്താണോ, നീ മുസ്ലിം ലീഗാണോ BJP ആണോ എന്നല്ല. ഇയാൾ പറഞ്ഞു, ഞാൻ മാത്രമല്ല ശങ്കരനും ഉണ്ട്, ഓന്റെ 500 കൂടി പോയി എന്നല്ലാതെ വേറെന്തോ ലക്കിയ. ഇയാള് ഖമറുന്നീസ അൻവർ മുണ്ടിയ ET മുഹമ്മദ് ബഷീറും കുടുങ്ങി. RSSന് കൊടിഞ്ഞി ഫൈസൽ വധക്കേസ് നടത്താൻ കോടികൾ പിരിക്കുന്നതിൽ സംഭാവന കൊടുക്കുകയും വലിയ രീതിയിൽ അംഗീകാര പ്രഭാഷണം നടത്തുകയും ചെയ്ത ആളാണ് നമ്മുടെ പ്രിയപ്പെട്ട ഖമറുന്നീസ അൻവർ. നിങ്ങൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടായിരുന്നോ? അപ്പം RSSനെ ഇത് മാത്രമാണോ? കൊണ്ടോട്ടിയിലല്ലേ മുസ്ലിം ലീഗുകാർ നാമജപ ഘോഷയാത്രയ്ക്ക് നാരങ്ങാവെള്ളം കൊടുത്തത്? അല്ലാഹ്, നിങ്ങൾ ആലോചിച്ച് നോക്കി. കമ്മ്യൂണിസ്റ്റുകാർ ഖുറാന കീറിയുന്ന നാദാപുരത്ത്. ഖുറാനെയോ? ഖുർആനാണ്. BJPക്കാർ പ്രസംഗിച്ച തെറ്റ്. BJPക്കാർ ലീഗിന് വേണ്ടി പ്രസംഗിക്കുക, ലീഗുകാർ BJPക്കാർക്ക് വേണ്ടി നാരങ്ങാവെള്ളം. മധുരം പോരെങ്കിൽ പറയണം. അല്ലാഹ്, ഇവിടുന്ന് കൊണ്ടോട്ടിയിൽ നടന്ന RSSന്റെ നാമജപ ഘോഷയാത്രയ്ക്ക് നാരങ്ങാവെള്ളം കൊടുത്തത് മുസ്ലിം ലീഗുകാരാണ്, കമ്മ്യൂണിസ്റ്റുകാരല്ല. ഇതെല്ലാം വിശദീകരിക്കണ്ടേ നിങ്ങൾ? നാദാപുരത്തെ പ്രശ്നമുണ്ടായപ്പോൾ മുസ്ലിം ലീഗിന്റെ വേദിയിൽ കയറി RSSകാരൻ പ്രസംഗിച്ചു, ഖുറാന കീറി അവലുപ്പാത്തി. ഞാൻ ചോദിച്ചു, എന്ത്? ലീഗുകാർ അവല് കുഴയ്ക്കുമ്പോൾ LC സെക്രട്ടറി പോയി മൂത്രം ഒഴിച്ചതാണോ? അല്ല, ഹൗല് ടച്ചോനെ പള്ളിയിലെ. ഇത് പ്രസംഗിച്ചവരാ RSSകാര് മുസ്ലിം ലീഗിന്റെ വേദിയിൽ. ഞാനതൊന്നും വിശദീകരിക്കുന്നില്ല. പറഞ്ഞു വന്നത്, RSSും മുസ്ലിം ലീഗും തമ്മിലുള്ള ബന്ധം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കാഫറാക്കാൻ പുറപ്പെടുന്നതിന് മുമ്പ് ഒരു പരിശോധനയ്ക്കെങ്കിലും വിധേയമാക്കണം എന്ന് ഞങ്ങൾ വിനയപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്.